ഉടമയുടെ പേര് പറഞ്ഞ കടയിലെത്തി പണം തട്ടാൻ ശ്രമം. കടയിലെ ജീവനക്കാരിക്ക് സംശയം തോന്നി കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് മാത്രം പണം നഷ്ടമായില്ല. കോട്ടയം കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമ ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലാണ് ഈ തട്ടിപ്പിന് ശ്രമം നടന്നത്. തട്ടിപ്പ് പാളിയെങ്കിലും ആ തട്ടിപ്പ് വീരൻ അയാൾ നല്ലൊരു നടനാണ്. ആ നടന്റെ അഭിനയത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. പറയണമല്ലോ ചേച്ചി ഇതുപോലെ എടുക്കാനുണ്ടോ? ഞാനിവിടെ വന്നായിരുന്നു കേട്ടോ. ഞാനിപ്പോ അങ്ങോട്ട് പോവോ? എരുമലിക്ക് പോവാ. ഓ ശരി 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 ശരി. ഇല്ല കൊച്ചു മാത്രമേ ഉള്ളൂ, മറ്റേ വളക്കാനായിട്ട് നമുക്ക് പേടിക്കും. അതിന്റെ പറഞ്ഞ ശരി ശരി ശരി. പറയാം ഒരു വിശ്വാസം പറഞ്ഞ ആളുകളാണ് വിളിക്കാൻ പറഞ്ഞത്. അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഫേസ് അങ്ങോട്ട് വിളിച്ചു തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് എഴുതി വെച്ചു കേട്ടോ. പെരുമായി അങ്ങനെ വിളിക്കാൻ പറഞ്ഞു. 16 അല്ലേ? കേസായോടെ കേട്ടോ. ക്യാഷ് 16 ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അവർക്ക് കൈകൊണ്ട് പോയി അപ്പൊ 16,000 കുറച്ചാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി താങ്ക് യു. വലിയ പോലെ 16,000 കുറച്ചാണ്. $16,000 കൊടുത്ത് പുറത്താണ് മരിക്കണം. ബിജു കൊള്ളാം. സത്യം അയ്യോ പോയിട്ട് കിട്ടും. വണ്ടി മാറ്റിയിട്ടു വണ്ടി മാറ്റിയിട്ടു എല്ലാം പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ല. ഈ ജീവനക്കാരിയാണ് ആ സമയം കടയിലുണ്ടായിരുന്നത്. ഇവരുടെ സംയോജിതമായ ഇടപെടലാണ് അയാളുടെ ഒരു ശ്രമം പാളിപ്പോകാൻ കാരണം. പേരെന്താണ്? സൽമ താഹ. അന്ന് എന്താണ് സംഭവിച്ചത്? ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഓടി മാസ്ക് വെച്ചുകൊണ്ട് കയറി വന്നു. പിന്നെ അണ്ണൻ എന്തേലും ചോദിച്ചു. അണ്ണൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചു. അപ്പോൾ ഞാൻ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഉടനെ പുള്ളി എന്താ വിളിച്ച് പൈസയുടെ കാര്യം പറഞ്ഞു. ചോദിച്ചു 3,800 രൂപ എടുക്കാനുണ്ടോ? അണ്ണൻ പറഞ്ഞെന്ന രീതിയില്ല എനിക്ക് തോന്നിയത്, ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ എണ്ണി നോക്കട്ടെ എന്ന് എണ്ണി പൈസ എണ്ണിയിട്ട് അണ്ണനെ വിളിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഫോൺ എടുത്തപ്പോൾ പുള്ളിക്കാരൻ ഓടി. അയാൾ വിളിക്കണ്ട പറഞ്ഞു. ഈ അന്നേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തന്നേക്കാൻ പറഞ്ഞു. ഇല്ല ഞാൻ അണ്ണനെ വിളിക്കാൻ പൈസ തരത്തില്ലെന്ന് പറഞ്ഞു. സംശയം തോന്നി, ഒരു വെപ്രാളം കണ്ടപ്പം തോന്നി എനിക്ക്. അത് ഉടനെ അണ്ണനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴേ പുള്ളി ഓടിപ്പോയി. എനിക്ക് ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഫോൺ വിളിക്കുന്ന ഒരു രംഗമാണ്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു, നേരെ ചെവി വെക്കുന്നു, ഡയലിംഗ് ഒന്നും ഇല്ല. ഇല്ല ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നീട് ഈ വീഡിയോ കണ്ടപ്പോ എന്താ തോന്നിയത്? വീഡിയോ കണ്ടപ്പോ തോന്നിയത് കളിപ്പീരായിരുന്നു. അല്ലെങ്കിലും തോന്നി, സംശയം തോന്നിയായിരുന്നു. ഇയാൾ ഈ മാസ്ക് ധരിച്ചിരുന്നോണ്ട് സംശയം ആദ്യഘട്ടത്തിലെ തോന്നി അല്ലേ? പുള്ളി പിന്നെ അണ്ണനെ വന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ഓർത്ത് അതുപോലെ സംസാരിച്ചപ്പം അറിയാന്നായിരിക്കും ഓർത്തോണ്ട പൈസ എണ്ണാൻ പോയത്. അല്ല ഇപ്പത്തെ ഒരവസ്ഥയിൽ സാധാരണഗതിയിൽ ആളുകൾ ഇങ്ങനെ മാസ്ക് ധരിച്ചെത്താറില്ലല്ലോ. ഇല്ല ഇല്ല അങ്ങനെ എത്താറില്ല. മാസ്ക് ധരിച്ചപ്പോ ഒരു ചെറിയ സംശയം ആദ്യം തോന്നിയിരുന്നു. തോന്നി. പിന്നെ അതുപോലെ സംസാരം കേട്ടപ്പോഴേ അണ്ണനുമായിട്ട് സംസാരിക്കുവാന്ന് ഓർത്തു ഞാനും. താങ്കള് ഉടമയെ വിളിച്ചപ്പോ തന്നെ അയാൾ ഇവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഫോൺ എടുത്തപ്പോഴേ പുള്ളി ഇറങ്ങി ഓടി. ആ സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നോ? ഉടമയെ വിളിച്ചിരുന്നോ? അണ്ണനെ വിളിച്ച് ഫോൺ എടുക്കാൻ പോയപ്പോ
പുള്ളി ഓടി. ഞാൻ പിന്നെ അണ്ണൻ വിളിച്ച് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞു വിട്ടിട്ടില്ലെന്നാ പറഞ്ഞു. എനിക്കറിയത്തില്ല, അറിയത്തില്ല, കൊടുക്കാൻ നന്നായെന്ന് പറഞ്ഞു. എന്തായാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്ലേ? അതെ. ഇപ്പം ഈ പണം എടുത്ത് എണ്ണുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എണ്ണിയാലും വിളിച്ച് ഉറപ്പ് വരുത്തിട്ടേ കൊടുക്കത്തുള്ളൂ. ഞങ്ങൾ ആര് വന്നാലും എണ്ണിട്ട് ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ എന്നോട്. എന്താണെങ്കിലും താങ്കളുടെ സംയോജിതമായ ഇടപെടലാണ് അല്ലേ ആ ഒരു മോഷ്ടാവിന്റെ ആ ഒരു ശ്രമം പാളിപ്പോയത്. ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ബാദുഷ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞാണ് അയാൾ ഇവിടേക്ക് എത്തുന്നത്. അതെ, എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കൊച്ചിനോട് പൈസ ചോദിച്ചത്. അപ്പം ഞാൻ സ്ഥലത്തില്ലായിരുന്നു, പക്ഷേ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ പുള്ളി സംസാരിച്ചു. പിന്നെ സ്റ്റാഫ് പൈസ എടുത്ത് എണ്ണി റെഡിയാക്കിയിട്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ പുള്ളി ഇറങ്ങി ഓടി. എൻ്റെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേന് നമ്മുടെ സംഘടന ഉണ്ടല്ലോ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനകത്ത് കൊടുത്തു. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ടു. പിന്നെ അത് കോട്ടയം ജില്ലാ ഗ്രൂപ്പിലോട്ടിനോടായി. പിന്നെ എല്ലാവരും അറിഞ്ഞു. പക്ഷേ പരാതി കൊടുക്കണം, അങ്ങനെയെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. പരാതി കൊടുക്കാനാണ് തീരുമാനം. അതെ. ഇത് നിരന്തരമായി നടക്കുന്ന ഒരു തട്ടിപ്പാണ്. അതെ. ഇപ്പോൾ എല്ലാ കടയിലും കയറി ഇങ്ങനെ ഒരുപാട് തട്ടിച്ചിട്ടുണ്ട്. അപ്പം വേറെ ആർക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്ത് എല്ലാം ചെയ്തത്. ഭാഗ്യം കൊണ്ടാണ് പണം നഷ്ടപ്പെടാതിരുന്നത്. അതെ, നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ പണം നഷ്ടപ്പെട്ടില്ല. അതെ. പിന്നെ കൊടുക്കാൻ നേരത്ത് അവർ എന്നോട് വന്ന് വിളിച്ചു ചോദിക്കുമ്പോഴത്തേന് ഫോൺ എടുത്തപ്പോൾ തന്നെ അങ്ങനെ ഇറങ്ങി ഓടി. വരുമ്പോഴത്തേനും മാസ്ക് ഉണ്ടായിരുന്നു. തിരിച്ച് ഇറങ്ങി പോയപ്പോഴത്തേനും മാസ്ക് ഊരി കൈ പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഇയാളെ കണ്ടിട്ട് മുൻ പരിചയമുള്ള ആളൊന്നും അല്ലല്ലേ? ഇല്ല, കണ്ടിട്ട് നമുക്ക് പരിചയമൊന്നും അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ അല്ലാതെ അറിഞ്ഞോന്ന് അറിയത്തില്ല. ഇതുവരെ നമ്മൾ ആരാ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. മാസ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും പരാതി കൊടുക്കും. ഉടമ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കടയിലേക്ക് എത്തിയ തട്ടിപ്പ് വീരൻ 3800 രൂപ നൽകാൻ കടയിലെ ജീവനക്കാരിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇവർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ഉടമയെ വിളിച്ചുറപ്പ് വരുത്തിയിട്ടേ പണം നൽകൂ എന്ന് പറഞ്ഞതോടെ ഇയാൾ ഈ കടയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തട്ടിപ്പിനുള്ള ശ്രമം പാളിയെങ്കിലും അയാൾ നല്ലൊരു നടനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ നടൻ ആരാണ് എന്ന കണ്ടെത്തുക മാത്രമാണ് ഇനി വേണ്ടത്. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനാണ് ഈ കടയുടമയുടെ തീരുമാനം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.